നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങളുടെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ സ്നേഹത്തിനും അപ്പുറമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ ജന്മത്തിന് മുൻപേ അവരെ അറിയാമായിരുന്നു എന്നതുപോലെയുള്ള ഒരു പരിചിതത്വം. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രത്യേക ആത്മാവ് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നത്? ഇതൊരു വെറും യാദൃച്ഛികതയാണോ, അതോ ഇതിനു പിന്നിൽ ആഴത്തിലുള്ള എന്തെങ്കിലും ആത്മീയ കാരണമുണ്ടോ? മഹാനായ ആത്മീയ ഗുരു പരമഹംസ യോഗാനന്ദന്റെ അഭിപ്രായത്തിൽ, നാം കണ്ടുമുട്ടുന്ന ആത്മാക്കൾക്കൊന്നും ഒരു യാദൃച്ഛികതയുമില്ല, പ്രത്യേകിച്ച് നമ്മുടെ മക്കളായി ജനിക്കുന്നവർക്ക്. അദ്ദേഹം ആഴമുള്ളതും എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കർമ്മമാണ്. ലളിതമായ ഈ വാക്കുകളിൽ സ്നേഹവും സത്യവും ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ശാന്തമായ ക്ഷണവും അടങ്ങിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് നമ്മുടെ കർമ്മമാണെന്ന് പറയുമ്പോൾ അതിനർത്ഥമെന്താണ്? നാം എന്തെങ്കിലും വലിയ വില നൽകുകയാണോ? അതോ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണോ? അതോ അതിലും ദൈവികമായ എന്തെങ്കിലും ഇതിനു പിന്നിൽ സംഭവിക്കുന്നുണ്ടോ? ഈ വീഡിയോയിൽ ഈ പാഠത്തിന്റെ ഹൃദയത്തിലേക്ക് നാം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. കർമ്മത്തിന്റെ പുരാതന നിയമം ബന്ധങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നും നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മാതാപിതാക്കളാകുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും ശക്തമായ ആത്മീയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാകുന്നത് എന്തുകൊണ്ടാണെന്നും നാം അന്വേഷിക്കും. നിങ്ങളുടെ കുഞ്ഞ് സന്തോഷമോ വെല്ലുവിളികളോ ആശ്വാസമോ വേദനയോ കൊണ്ടുവരുന്നതായാലും അതിലെപ്പോഴും ആഴത്തിലുള്ള ഒരു ഉദ്ദേശ്യമുണ്ട്. നിങ്ങൾ വെറുമൊരു കുഞ്ഞിനെ വളർത്തുക മാത്രമല്ല, മുമ്പ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ആത്മാവിനൊപ്പം നിങ്ങൾ നടക്കുകയാണ്. നിങ്ങളെ തിരഞ്ഞെടുത്ത, ഒരുപക്ഷെ വളരെക്കാലം മുമ്പ് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ആത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആത്മാവെ, എന്നോടൊപ്പം നിൽക്കുക. ഈ യാത്ര വിധിക്കുന്നതിനോ കുറ്റപ്പെടുത്തുന്നതിനോ ഉള്ളതല്ല. ഇത് അവബോധം, സൗഖ്യം, സ്നേഹം എന്നിവയെക്കുറിച്ചുള്ളതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ സാന്നിധ്യത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്കും ഭാരത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും മാറാൻ തുടങ്ങും. നമുക്ക് തുടങ്ങാം. കർമ്മം എന്നാൽ എന്ത്? ഈ പഠനത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. യഥാർത്ഥത്തിൽ എന്താണ് കർമ്മം? കർമ്മം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും ചിന്തിക്കുന്നത് ശിക്ഷയെക്കുറിച്ചോ പ്രതികൂലമായ കാര്യങ്ങളെക്കുറിച്ചോ ആണ്. എന്നാൽ കർമ്മം എന്നത് പ്രതികാരമോ കഷ്ടപ്പാടോ അല്ല. കർമ്മം എന്നത് കേവലം കാരണവും ഫലവും എന്ന നിയമമാണ്. നാം ചിന്തിക്കുന്ന ഓരോ ചിന്തയും, സംസാരിക്കുന്ന ഓരോ വാക്കും, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു ഊർജം സൃഷ്ടിക്കുന്നു. ആ ഊർജം ഏതെങ്കിലും രൂപത്തിൽ നമ്മിലേക്ക് തന്നെ മടങ്ങിവരണം. പാകിയ ഒരു വിത്ത് എപ്പോഴെങ്കിലും ഒരു ഫലമായി മാറേണ്ടതുപോലെ കർമ്മം എന്നത് നമുക്ക് പുറത്തുള്ള ഒന്നല്ല. പ്രതിഫലങ്ങളും ശിക്ഷകളും നൽകുന്ന ഒരു പ്രപഞ്ച ന്യായാധിപനുമല്ല അത്. പരമഹംസ യോഗാനന്ദൻ സൗമ്യമായി പഠിപ്പിച്ചതുപോലെ കർമ്മം നിങ്ങളുടെ തന്നെ മുൻകാല പ്രവൃത്തികളുടെ ഫലമാണ്. നിങ്ങളുടെ ആത്മാവ് തന്നെ അതിന് ഇനിയും പഠിക്കേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് വേഷം മാറിവന്ന സ്നേഹമാണ്. അത് വിദ്യാഭ്യാസമാണ്, ശിക്ഷയല്ല. വിവിധ വിഷയങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാൻ നാം സ്കൂളിൽ പോകുന്നതുപോലെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാൻ നമ്മുടെ ആത്മാവ് ജീവിതത്തിലേക്ക് വരുന്നു. ചിലപ്പോൾ ആ അനുഭവങ്ങൾ സന്തോഷകരമാണ്, ചിലപ്പോൾ അവ വേദനാജനകമാണ്. എന്നാൽ ആത്മാവിന്റെ വളർച്ചയ്ക്ക് അവയെല്ലാം ആവശ്യമാണ്. നമുക്ക് പരിണമിക്കാൻ ആവശ്യമായ കൃത്യമായ സാഹചര്യങ്ങളും ആളുകളെയും ബന്ധങ്ങളെയും കർമ്മം നമ്മിലേക്ക് കൊണ്ടുവരുന്നു. ഈ ബന്ധങ്ങളിലെല്ലാം വെച്ച് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം നമുക്കുണ്ടാകാവുന്ന ഏറ്റവും തീവ്രവും ശക്തവുമായ കർമ്മബന്ധങ്ങളിലൊന്നാണ്. വാസ്തവത്തിൽ പലപ്പോഴും കുടുംബത്തിലൂടെയാണ് കർമ്മം വളരെ വേഗത്തിലും നേരിട്ടും മടങ്ങിവരുന്നത്. കാരണം ഇവിടെയാണ് നാം ഏറ്റവും ദുർബലരും തുറന്ന മനസ്സുള്ളവരും വൈകാരികമായി കൂടുതൽ അടുപ്പമുള്ളവരുമായിരിക്കുന്നത്. അതിനാൽ നാം ഒരുമിച്ച് ഈ യാത്ര തുടരുമ്പോൾ ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കർമ്മം നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ളതല്ല, അത് നിങ്ങളെ ഉണർത്താനുള്ളതാണ്. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ അനുയോജ്യമായ സമയത്ത് വെളിപ്പെടാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ കർമ്മകഥയുടെ ഒരു ഭാഗം അവർ ഒപ്പം വഹിക്കുന്നു. ആത്മാക്കളുടെ തിരഞ്ഞെടുപ്പ്. കർമ്മം എന്താണെന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കി. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ചില ആത്മാക്കൾ മാത്രം നമ്മുടെ മക്കളാകുന്നത്? പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ആത്മാക്കളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ പ്രത്യേക ആത്മാവ് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്? സത്യം ഇതാണ്, ദൈവിക പദ്ധതിയിൽ യാദൃച്ഛികമായി യാതൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ കുഞ്ഞായി നിങ്ങളിലേക്ക് വരുന്ന ആത്മാവ് അവിചാരിതമായി വരുന്നതല്ല. ഈ ജീവിതത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ പല ജന്മങ്ങളിലോ നിങ്ങൾക്ക് ബന്ധമുള്ള ഒരു ആത്മാവാണത്. അവർ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോ സുഹൃത്തോ പങ്കാളിയോ എന്തിനു നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോ ആയിരുന്നിരിക്കാം. ഈ ജന്മത്തിൽ അവർ മറ്റൊരു രൂപത്തിൽ മറ്റൊരു റോളിൽ മടങ്ങിവരുന്നു. എന്നാൽ ആ ബന്ധം ആഴത്തിലുള്ള ഒരു കർമ്മബന്ധമായി തുടരുന്നു. ഇതുകൊണ്ടാണ് ജനനം മുതൽ തന്നെ ഒരു പെട്ടെന്നുള്ള തിരിച്ചറിയൽ, കാലത്തേക്കാൾ പഴക്കമുള്ള ഒരു ബന്ധം നമുക്കനുഭവപ്പെടുന്നത്. യോഗാനന്ദന്റെ അഭിപ്രായത്തിൽ കുടുംബങ്ങൾ രൂപപ്പെടുന്നത് രക്തം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, കുടുംബവൃത്തത്തിൽ കർമ്മം അതിന്റെ ഏറ്റവും തീവ്രവും വ്യക്തിപരവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനർത്ഥം
നിങ്ങളുടെ കുടുംബത്തിലെ ആത്മാക്കൾ, പ്രത്യേകിച്ചും നിങ്ങളുടെ കുട്ടികൾ, പൂർത്തിയാക്കാത്ത പാഠങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ചില കുട്ടികൾ ജനിക്കുന്നത് നിങ്ങളുടെ സ്നേഹം തിരികെ നൽകാനാണ്. ചിലർ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ വരുന്നു. ചിലർ കാരുണ്യത്തിന് പകരം നൽകാൻ വരുന്നു. മറ്റു ചിലർ നിങ്ങൾ വളരുന്നതിനായി നിങ്ങളെ വെല്ലുവിളിക്കാനെത്തുന്നു. അവരുടെ റോൾ എന്തുതന്നെയായാലും അവരുടെ സാന്നിധ്യം അർത്ഥവത്താണ്. അവർ വന്നത് യാദൃച്ഛികമായല്ല, മറിച്ച് ദൈവികമായ ഒരു തീരുമാനത്തിലൂടെയാണ്. നിങ്ങളുടെ കുട്ടിയെ കേവലം നിങ്ങളുടെ മകനോ മകളോ ആയി കാണാതെ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു സഹയാത്രികനായ ആത്മാവായി കാണാൻ തുടങ്ങുമ്പോൾ രക്ഷാകർതൃത്വത്തോടുള്ള നിങ്ങളുടെ സമീപനം തന്നെ മാറുന്നു. അത് നിയന്ത്രിക്കുന്നതിനേക്കാൾ ആത്മീയ പങ്കാളിത്തത്തെക്കുറിച്ചുള്ളതായി മാറുന്നു. നിങ്ങളുടെ കുട്ടി ഇവിടെയുള്ളതിനൊരു കാരണമുണ്ട്: നിങ്ങൾക്കും. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള പവിത്രമായ വിനിമയം. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും നയിക്കാനും സംരക്ഷിക്കാനും അവരുടെ ജീവിതം രൂപപ്പെടുത്താനും വേണ്ടിയാണ് നാം ഇവിടെയുള്ളതെന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നു. അത് സത്യമാണ്, പക്ഷേ സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. കർമ്മത്തിന്റെയും ആത്മാവിന്റെ പരിണാമത്തിന്റെയും ആഴത്തിലുള്ള വീക്ഷണത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കൂടിയാണ് നിങ്ങളുടെ കുട്ടി ഇവിടെയുള്ളത്. മാതാപിതാക്കൾ എന്നത് ഒരു വൺ വേ യാത്രയല്ല. ഇത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള പവിത്രമായ ഒരു വിനിമയമാണ്. പലപ്പോഴും നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഗുണങ്ങൾ, അത് അവരുടെ നിഷ്കളങ്കതയായാലും ശാഠ്യമായാലും സർഗാത്മകതയായാലും അല്ലെങ്കിൽ അവരുടെ വെല്ലുവിളികളായാലും, അത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തിനെയെങ്കിലും പ്രതിഫലിപ്പിക്കുന്നു. അവ നിങ്ങളുടെ സ്വന്തം മുൻകാല പ്രവർത്തനങ്ങളെയും ആന്തരിക രീതികളെയും എന്തിനിനിയും ഉണങ്ങാത്ത മുറിവുകളെയും പ്രതിഫലിപ്പിക്കുന്നു. ഇനിയും ക്ഷമയും സ്നേഹവും മാറ്റവും ആവശ്യമായ നിങ്ങളുടെ ഭാഗങ്ങൾ കാണാൻ സഹായിക്കുന്ന നിങ്ങളുടെ കണ്ണാടിയായി നിങ്ങളുടെ കുട്ടി മാറുന്നു. ഈ രീതിയിൽ നിങ്ങൾ അവരുടെ വഴികാട്ടിയാകുന്നതുപോലെ തന്നെ അവരും നിങ്ങളുടെ വഴികാട്ടിയാണ്. പരമഹംസ യോഗാനന്ദൻ വളരെ മനോഹരമായി നമ്മെ ഓർമ്മിപ്പിച്ചു: നിങ്ങളുടെ കുട്ടിയുടെ മേൽ നിങ്ങൾക്ക് ഉടമസ്ഥാവകാശമില്ല. നിങ്ങൾ കുറച്ചുകാലത്തേക്ക് ഒരു രക്ഷാധികാരി മാത്രമാണ്. അവരെ നയിക്കുക, എന്നാൽ അവരുടെ സ്വന്തം ആത്മാവിന്റെ പാതയിലൂടെ നടക്കാൻ അവരെ അനുവദിക്കുക. അതിനർത്ഥം അവരുടെ വിധി നിയന്ത്രിക്കാനല്ല, മറിച്ച് അതിനെ പിന്തുണയ്ക്കാനാണ് നിങ്ങളിവിടെയുള്ളത്. നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ രചയിതാവല്ല. നിങ്ങൾ അവരുടെ പുസ്തകത്തിലെ സ്നേഹം നിറഞ്ഞ ഒരു അധ്യായം മാത്രമാണ്. ആദ്യ പേജുകൾ നിങ്ങൾ രൂപപ്പെടുത്തിയേക്കാം, എന്നാൽ ബാക്കിയുള്ളവ അവർ സ്വന്തം കൈകളാൽ എഴുതണം. അതേസമയം അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഉയരാനുള്ള ഒരവസരം നൽകുന്നു. അവരുടെ സ്നേഹത്തിന് നിങ്ങളുടെ ഭൂതകാലത്തെ സുഖപ്പെടുത്താൻ കഴിയും. അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ അവബോധം വികസിപ്പിക്കാൻ കഴിയും. അവരുടെ സാന്നിധ്യത്തിന് നിങ്ങളുടെ ഹൃദയത്തെ മൃദുവാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ആത്മാവേ, ഞാൻ എന്റെ കുട്ടിയെ എന്ത് പഠിപ്പിക്കണം എന്ന് മാത്രം ചോദിക്കരുത്. പകരം സൗമ്യമായി ചോദിക്കുക: എന്നെ എന്തു പഠിപ്പിക്കാനാണ് എന്റെ കുട്ടി ഇവിടെയുള്ളത്? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു മുന്നേറുമ്പോൾ കർമ്മഭാരം കുറയാൻ തുടങ്ങുകയും മാതാപിതാക്കളാകുന്നത് നിങ്ങൾ രണ്ടുപേർക്കും ആത്മീയ ഉണർവിലേക്കുള്ള ഒരു പാതയായി മാറുകയും ചെയ്യുന്നു. ബുദ്ധിമുട്ടുകളെ സ്നേഹം കൊണ്ട് നേരിടുക. ചിലപ്പോൾ ഒരു രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധം സുഗമമായിരിക്കില്ല. അവിടെ ഉരസലുകളോ തെറ്റിദ്ധാരണകളോ കടുത്ത വൈകാരിക വേദനയോ ഉണ്ടായേക്കാം. ഇത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ ചോദിച്ചേക്കാം: എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര ബുദ്ധിമുട്ടുള്ളതായി മാറുന്നത്? ഇതിനുള്ള ഉത്തരം, പ്രിയ ആത്മാവേ, പലപ്പോഴും കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നുള്ള കർമ്മചക്രങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടി നിരന്തരം നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയോ നിങ്ങളുടെ നിർദ്ദേശങ്ങളെ എതിർക്കുകയോ പഴയ വികാരങ്ങളെ പ്രകോപിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതവർ തെറ്റുകാരോ ചീത്തയോ ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്കിടയിൽ അഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പഴയ കർമ്മക്കുരുക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ നാം എങ്ങനെ പ്രതികരിക്കണം? കോപത്തിലോ ശിക്ഷയിലോ കുറ്റബോധത്തിലോ നാം പ്രതികരിക്കണോ? അല്ല, നാം അവബോധത്തോടെ പ്രതികരിക്കണം. പരമഹംസ യോഗാനന്ദൻ സ്നേഹത്തോടെ പറഞ്ഞു: കർമ്മം മാറ്റാൻ കഴിയുന്നത് പശ്ചാത്താപം കൊണ്ടോ കുറ്റബോധം കൊണ്ടോ അല്ല, മറിച്ച് വർത്തമാനകാലത്തെ ശരിയായ പ്രവൃത്തി കൊണ്ടാണ്. അതായത്, ഭൂതകാലം വേദന കൊണ്ടുവന്നാലും വർത്തമാനകാലത്തിന് സൗഖ്യം കൊണ്ടുവരാൻ കഴിയും. ഉയർന്ന ഒരു പ്രതികരണം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നെഗറ്റീവായ കർമ്മരീതികളെ തകർക്കാൻ കഴിയും. പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം അല്പനേരം നിർത്തുക, ശ്വാസമെടുക്കുക, മനസ്സിലാക്കലോടെ പ്രതികരിക്കാൻ ശ്രമിക്കുക. കഠിനമായ വാക്കുകൾ ഉയർന്നുവരികയാണെങ്കിൽ നിശബ്ദത ശ്രമിച്ചു നോക്കൂ. മുൻവിധികൾ തോന്നുകയാണെങ്കിൽ കാരുണ്യം കാണിക്കാൻ ശ്രമിക്കുക. ഭയം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ സ്നേഹം നൽകാൻ ശ്രമിക്കുക. ഈ തവണ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാനുള്ള അവസരം നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് നൽകുന്നു. ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും ബോധപൂർവമായ രക്ഷാകർതൃത്വത്തിന്റെയും ഓരോ പ്രവൃത്തിയും നിങ്ങൾ പങ്കിടുന്ന കർമ്മത്തിന്റെ തിരക്കഥ തിരുത്തിയെഴുതുന്നു. അത് രണ്ട് ആത്മാക്കളെയും ഉയർത്തുന്ന പുതിയൊരു ഊർജം സൃഷ്ടിക്കുന്നു. ഓർക്കുക, കർമ്മം മാറ്റാൻ കഴിയാത്ത ഒന്നല്ല, അതൊരു ഒഴുകുന്ന നദിയാണ്. സ്നേഹത്തെ നിങ്ങളുടെ തോണിയാക്കിയാൽ ഏറ്റവും പ്രയാസകരമായ ഒഴുക്കിനെയും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കുമിടയിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടായി തോന്നുമ്പോഴെല്ലാം അതിനെ ഒരു ശിക്ഷയായി കാണരുത്, മറിച്ച് സുഖപ്പെടുത്താനും വളരാനും ഒടുവിൽ പഴയ ചങ്ങലകളിൽ നിന്ന് പരസ്പരം സ്വതന്ത്രരാക്കാനുമുള്ള ഒരവസരമായി കാണുക.
സ്നേഹത്താൽ രൂപാന്തരപ്പെടുന്ന കർമ്മത്തിന്റെ നിശബ്ദമായ അത്ഭുതമാണിത്. പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർ. ചില സമയങ്ങളിൽ ഒരു കുട്ടി പ്രത്യേക ആവശ്യങ്ങളോടെയോ വിട്ടുമാറാത്ത അസുഖങ്ങളോടെയോ മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്ന തീവ്രമായ സംവേദനക്ഷമതയോടെയോ ജനിച്ചേക്കാം. ഒരു രക്ഷിതാവെന്ന നിലയിൽ ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞതും വൈകാരികവുമായിരിക്കും. നിങ്ങൾ ചോദിച്ചേക്കാം, എന്റെ കുട്ടിക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, എനിക്കെന്തുകൊണ്ടിത് വന്നു? എന്നാൽ ഒരു ആത്മീയ വീക്ഷണകോണിൽ ഈ സാഹചര്യം ഒരു ശിക്ഷയല്ല. ജനനത്തിനു മുമ്പ് രണ്ട് ആത്മാക്കളും തിരഞ്ഞെടുത്ത ഉയർന്ന കർമ്മ റോളുകളുടെ അടയാളമാണിത്. പലപ്പോഴും പരമഹംസ യോഗാനന്ദൻ പഠിപ്പിച്ചത്, വൈകല്യത്തോടെ ജനിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതപാത തിരഞ്ഞെടുക്കുന്ന ആത്മാക്കൾ പലപ്പോഴും വേഗത്തിലുള്ള ആത്മീയ പരിണാമം ആഗ്രഹിക്കുന്ന വളരെ ഉയർന്ന തലത്തിലുള്ള ആത്മാക്കളാണ് എന്നാണ്. അവർ ഈ പാത തിരഞ്ഞെടുക്കുന്നത് ദൗർബല്യം കൊണ്ടല്ല, മറിച്ച് വലിയ ധൈര്യവും ആന്തരിക ശക്തിയും കൊണ്ടാണ്. അവരെ പരിചരിക്കുന്ന മാതാപിതാക്കളും ഈ പവിത്രമായ യാത്രയിൽ ഒരുമിച്ച് നടക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വളരെ സവിശേഷമായ ആത്മാക്കളാണ്. യോഗാനന്ദൻ പറഞ്ഞു, നിങ്ങൾ സേവിക്കുന്നത് ഒരു ഭാരത്തെയല്ല, മറിച്ച് വേഷം മാറി വന്ന ഒരു അനുഗ്രഹത്തെയാണ്. നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്താൻ വന്ന ഒരു മഹത്തായ ആത്മാവിനെ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പങ്ക് ഒരു പരിചാരകൻ എന്നതിനുപരി ഈ ഭൂമിയിലെ അവരുടെ വലിയ ലക്ഷ്യം പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ സഹയാത്രികന്റെ കൂടിയാണ്. നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ചിലപ്പോൾ ഭാരമായി തോന്നിയേക്കാം, എന്നാൽ അവ നിരുപാധികമായ സ്നേഹത്തിനും ക്ഷമയ്ക്കും വിനയത്തിനും കാരുണ്യത്തിനുമുള്ള അവസരങ്ങളാൽ നിറഞ്ഞതാണ്. ഈ കുട്ടികൾ പലപ്പോഴും ശാന്തമായ വിശുദ്ധിയും അവരുടെ പ്രായത്തിനതീതമായ ജ്ഞാനവും വാക്കുകൾക്ക് കഴിയാത്ത വിധത്തിൽ ഹൃദയങ്ങളെ സ്പർശിക്കാൻ കഴിയുന്ന സാന്നിധ്യവും പ്രസരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനമെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ജീവിതം മാതാപിതാക്കൾക്ക് മാത്രമല്ല, അവരെ കാണുന്ന എല്ലാവർക്കും ഒരു പാഠമായി മാറുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരമൊരു കുഞ്ഞ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതറിയുക, ഒരു ദൈവിക കാരണത്താലാണ് നിങ്ങളുടെ ആത്മാവും അവരുടെ ആത്മാവും പരസ്പരം തിരഞ്ഞെടുത്തത്. നിങ്ങൾക്കിടയിൽ പങ്കിടുന്ന ഓരോ പരിചരണവും, ഓരോ കണ്ണീരും, ഓരോ പുഞ്ചിരിയും കർമ്മങ്ങളെ സുഖപ്പെടുത്തുകയും നിങ്ങളുടെ യാത്രയെ ഒരുമിച്ചുയർത്തുകയും ചെയ്യുന്ന ഒരു പുണ്യ വഴിപാടിന്റെ ഭാഗമാണ്. ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണ്. നാം അവസാനത്തെ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ചോദിക്കാം, മാതാപിതാക്കളും കുട്ടിയും തമ്മിലുള്ള ഈ കർമ്മബന്ധത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്താണ്? ഇത് വെറും വേഷങ്ങൾ ചെയ്യാനും കടമകൾ നിറവേറ്റാനും പഴയ കണക്കുകൾ തീർക്കാനും മാത്രമാണോ? അതോ ഈ ബന്ധത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കൂടുതൽ പവിത്രമായ എന്തെങ്കിലുമുണ്ടോ? സത്യമിതാണ്, കർമ്മം അവസാനമല്ല, മോക്ഷമാണ് പ്രധാനം. ജീവിതത്തിന്റെ ലക്ഷ്യം കർമ്മചക്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയല്ല, മറിച്ച് അവയ്ക്ക് മുകളിൽ ഉയരുക എന്നതാണ്. അതിനുള്ള ഏറ്റവും ശക്തമായ മാർഗം സ്നേഹമാണ്. പിടിച്ചു നിൽക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ഭയപ്പെടുന്നതോ ആയ സ്നേഹമല്ല, മറിച്ച് ശുദ്ധവും നിസ്വാർത്ഥവും സ്വതന്ത്രവുമായ സ്നേഹം. നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്വത്തുക്കളായല്ല, മറിച്ച് നമ്മുടെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കപ്പെട്ട ദൈവിക ആത്മാക്കളായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നാം കർമ്മങ്ങളെ ഇല്ലാതാക്കാൻ തുടങ്ങുമെന്ന് പരമഹംസ യോഗാനന്ദൻ പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവമാണ് യഥാർത്ഥ രക്ഷിതാവ്, നിങ്ങളൊരു കാവൽക്കാരൻ മാത്രമാണ്. ഭക്തിയോടെ സേവിക്കുക, എന്നാൽ വിരക്തിയോടെ സമർപ്പിക്കുക. പ്രതീക്ഷിക്കാതെ നൽകാനും നിർബന്ധിക്കാതെ നയിക്കാനും വല്ലാതെ മുറുകെ പിടിക്കാതെ സ്നേഹിക്കാനും നാം പഠിക്കണം എന്നാണ് ഇതിനർത്ഥം. യഥാർത്ഥ സ്നേഹം ആത്മാവിനെ ഉയർത്തുകയും അതിനെ പറക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. നിസ്വാർത്ഥ സേവനത്തിന്റെ ഈ തലത്തിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ജീവിക്കുന്നുവോ അത്രത്തോളം സമാധാനം നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടും. പതുക്കെ പഴയ കർമ്മബന്ധങ്ങൾ അയയാൻ തുടങ്ങുകയും അത് സ്വാതന്ത്ര്യത്തിനും കാരുണ്യത്തിനും ആത്മീയ വളർച്ചയ്ക്കും വഴിയൊരുക്കുകയും ചെയ്യുന്നു. സ്വന്തം പാതയിലൂടെ നടക്കുന്ന ഒരു ആത്മാവായി നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കാണുമ്പോൾ പ്രകാശത്തിലൂടെ നടക്കാൻ പഠിക്കുന്ന ഒരു ആത്മാവ് കൂടിയാണ് നിങ്ങളെന്നും നിങ്ങൾ ഓർക്കുന്നു. മാതാപിതാക്കളാകുന്നത് ഒരു കടമയല്ല, മറിച്ച് ഉയർന്ന സത്യത്തിലേക്ക് ഉണരാൻ ഇരു ആത്മാക്കളും പരസ്പരം സഹായിക്കുന്ന ഒരു പവിത്രമായ യാത്രയായി മാറുന്നു. ഈ ദൈവിക വിനിമയത്തിൽ കർമ്മം ഇനിയൊരു ചങ്ങലയല്ല, നിങ്ങളെ രണ്ടുപേരെയും ദൈവത്തോടടുപ്പിക്കുന്ന ഒരു പാലമാണ്. ഒരുമിച്ച് വളരുക. പ്രിയ ആത്മാവേ, നിങ്ങൾ ഇതുവരെ എന്നോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ വെറുതെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല ചെയ്തത്, ആഴത്തിലുള്ള ഒരു സത്യത്തിലേക്ക് നിങ്ങൾ ഹൃദയം തുറന്നു. നിങ്ങളുടെ കുട്ടിയുമായുള്ള ബന്ധത്തിന് പിന്നിലെ പവിത്രമായ അർത്ഥം മനസ്സിലാക്കുന്നതിലേക്കുള്ള ആദ്യ പടി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗം മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയുടെ ഭാഗം കൂടിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. അവർ സന്തോഷമോ വെല്ലുവിളിയോ ചിരിയോ കണ്ണീരോ കൊണ്ടുവരട്ടെ, അവർ ഒരു കാരണത്താലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മുമ്പും ഒരുമിച്ച് നടന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും വളരാനും സുഖപ്പെടാനും ഒരുമിച്ചുയരാനും നിങ്ങൾ നടക്കുന്നു. മാതാപിതാക്കളാകുന്നത് എപ്പോഴും എളുപ്പമല്ല, എന്നാൽ കർമ്മത്തിന്റെയും ദൈവിക സ്നേഹത്തിന്റെയും കണ്ണിലൂടെ നോക്കുമ്പോൾ അത് പരിവർത്തനത്തിന്റെ ശക്തമായ ഒരു പാതയായി മാറുന്നു. അതിനാൽ ഈ പഠനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗമ്യമായി സ്വീകരിക്കുക. നിങ്ങളുടെ കുട്ടിയെ സ്നേഹത്തോടെ മാത്രമല്ല അവബോധത്തോടെയും നോക്കുക. ചോദിക്കുക, എന്നെ എന്ത് പഠിപ്പിക്കാനാണ് ഈ ആത്മാവ് ഇവിടെയുള്ളത്?
അവരെ വളരാനും അതോടൊപ്പം എനിക്കും വളരാനും എനിക്കെങ്ങനെ സഹായിക്കാനാകും? ഈ രീതിയിൽ നിങ്ങൾ വെറുമൊരു കുട്ടിയെ വളർത്തുകയല്ല, നിങ്ങളുടെ സ്വന്തം ബോധം കൂടി നിങ്ങൾ ഉയർത്തുകയാണ്. അതാണ് എല്ലാറ്റിലുമുപരി ഏറ്റവും വലിയ സമ്മാനം. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തതയോ സമാധാനമോ പുതിയൊരു കാഴ്ചപ്പാടോ നൽകിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ സന്ദേശം ആവശ്യമുള്ള മറ്റൊരാളുമായി ഇത് പങ്കിടുക. ഏറ്റവും പ്രധാനമായി ഇത്തരം കൂടുതൽ ആത്മീയ ഉൾക്കാഴ്ചകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു കമന്റ് നൽകാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ ഇന്ന് എന്താണ് മനസ്സിലാക്കിയതെന്നും അല്ലെങ്കിൽ ഈ സന്ദേശത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ ഏറ്റവുമധികം സ്പർശിച്ചതെന്താണെന്നും എന്നോട് പറയുക. നിങ്ങളുടെ വാക്കുകൾ അവരുടെ പാതയിലുള്ള മറ്റൊരാൾക്ക് പ്രചോദനമായേക്കാം. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവ് ശക്തമായി തുടരട്ടെ, നിങ്ങളുടെ സ്നേഹം നിരുപാധികമായിരിക്കട്ടെ.